നമസ്കാരം. ഒരിക്കൽ പിണറായി വിജയന്റെ വാക്കു കേൾക്കാൻ പാർട്ടി പ്രവർത്തകർ കാത്തുനിന്നിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് അതേ പാർട്ടി പ്രവർത്തകരുടെ മുന്നിലേക്ക് പിണറായി വിജയൻ എത്തുന്നത് വിശദീകരണം നൽകാനാണ്, അല്ലെങ്കിൽ പൊതുകോടതിയുടെ മുന്നിൽ നിന്നുകൊടുക്കാനാണ് വിചാരണ ചെയ്യപ്പെടാൻ. അതാണ് കാലത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരിഹാസം എന്ന് പറയുന്നത്. അധികാരത്തിന്റെ 10 വർഷം പിന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കരുത്തും ഭരണത്തിന്റെ സംവിധാനവും ഒക്കെ പിന്നിലാക്കി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ സ്വന്തം പാർട്ടിയുടെ കോട്ടകളിലേക്ക് തിരിച്ചെത്തുകയാണ്. പയ്യന്നൂരിൽ, പെരിങ്ങോത്ത്, തളിപ്പറമ്പിലെ മയ്യിലിൽ ഓഗസ്റ്റ് 29, 30, 31 തീയതികളിലാണ് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടക്കാൻ പോകുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കാനും പാർട്ടി പ്രവർത്തകരെ ഒന്നിപ്പിക്കാനുമാണ് യോഗങ്ങളെന്നാണ് CPIMന്റെ വിശദീകരണം. പക്ഷേ രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത് ഇതൊന്നുമല്ല. പിണറായി അവിടെ വിശദീകരിക്കാൻ പോവുകയാണോ അതോ വിശദീകരണം കേൾക്കാൻ പോവുകയാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ വിചാരണയ്ക്ക് നിന്ന് കൊടുക്കാൻ പോകേണ്ടി വരികയാണോ എന്നുള്ളതാണ്. കാരണം പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും തോൽവി വെറും 2 മണ്ഡലങ്ങളുടെ പരാജയമാണ് എന്ന് എഴുതി തള്ളാൻ കഴിയുന്ന തരത്തിലുള്ള പരാജയങ്ങളായിരുന്നില്ല. കണ്ണൂരിലെ CPIMന്റെ ഏറ്റവും ശക്തമായ കോട്ടകളിൽ തന്നെ വിള്ളൽ വീണതിന്റെ രാഷ്ട്രീയ സൂചനയായാണ് അതിനെ ഇപ്പോഴും രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ പയ്യന്നൂരിനും തളിപ്പറമ്പിനുമുള്ള പ്രാധാന്യം പ്രത്യേകം പറയേണ്ടതില്ല. പതിറ്റാണ്ടുകളായി ചുവപ്പുകൊടി ഉയർത്തുന്ന പ്രദേശങ്ങൾ, പാർട്ടി സംഘടനയുടെ കരുത്തിൽ അഭിമാനിച്ച പ്രദേശങ്ങൾ. അവിടെ പോലും ജനവിധി തിരിച്ചു വന്നെങ്കിൽ പ്രശ്നം ഒരു സ്ഥാനാർത്ഥിയുടെ മാത്രം പരാജയമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് പിണറായി വിജയൻ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ചോദ്യം. പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ നേരത്തെ തന്നെ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി എന്ന് വിലയിരുത്തി കഴിഞ്ഞു. പയ്യന്നൂരിൽ വിഭാഗീയത ഉണ്ടായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ കമ്മീഷനെയും പാർട്ടി നിയോഗിച്ചു. കഥ അതോടെയൊന്നും തീരുന്നില്ല. അന്വേഷണ കമ്മീഷൻ LDF സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ പ്രവർത്തിച്ചതായി കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പയ്യന്നൂരിൽ സംഘടനാ തലത്തിലുള്ള അച്ചടക്ക നടപടികളും പുനഃസംഘടനയും പരിഗണനയിലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ പിന്നെയും ഉണ്ടാകുന്ന ചോദ്യങ്ങളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ ഗൌരവമുള്ളതാണ്. ഒരു പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥിയെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരുടേതാണ്? താഴെത്തട്ടിലെ ഏതാനും പ്രവർത്തകരെ ശിക്ഷിച്ചാൽ മാത്രം ആ പ്രശ്നം അവസാനിക്കുമോ? അതോ സംഘടനയെ ആ അവസ്ഥയിൽ എത്തിച്ച രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചും ചോദിക്കേണ്ടി വരുമോ? ഇവിടെയാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ചർച്ചയാകുന്നത്. കാരണം കഴിഞ്ഞുപോയ 10 വർഷം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖം പിണറായി വിജയനായിരുന്നു. വൻ തോൽവിക്ക് ശേഷവും ഇപ്പോഴും പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിൽ CMRL എക്സാലോജിക് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും പിണറായി വിജയനെ തന്നെയാണ് ഇപ്പോഴും പാർട്ടിയുടെ മുഖമായി അവതരിപ്പിക്കുന്നത്. അതിനെതിരെയും അതിരൂക്ഷ വിമർശനങ്ങളാണ് പാർട്ടിക്കുള്ളിലും പുറത്തും ഒക്കെ ഉണ്ടാവുന്നത്. വിജയങ്ങൾ പിണറായി സർക്കാരിന്റെ വിജയങ്ങളായി അവതരിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ ഇടതുപക്ഷം രാഷ്ട്രീയത്തിന്റെ മുഖം പിണറായിയായി ആഘോഷിച്ചപ്പോഴൊക്കെ വിജയത്തിലെല്ലാം പിണറായിയുടെ മുഖം തന്നെയായിരുന്നു. പക്ഷേ പരാജയത്തിലേക്ക് വന്നപ്പോൾ ഭരണനേട്ടങ്ങൾ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ അതുപോലെ പരാജയങ്ങളും ജനവിരുദ്ധത എന്ന ആരോപണങ്ങളും വിവാദങ്ങളും ഒടുവിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തോട് ബന്ധിപ്പിക്കപ്പെട്ടപ്പോഴാണ് പിണറായി വിജയൻ എന്ന മനുഷ്യന് പുള്ളി തുടങ്ങിയത്. അപ്പോൾ വിജയം വന്നപ്പോൾ നേതൃത്വം ഏറ്റെടുത്ത വ്യക്തി, പരാജയം വന്നപ്പോൾ മാത്രം അത് സ്ഥാനാർത്ഥിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും പ്രവർത്തകരുടെയും തലയിൽ വെക്കുന്നത് എത്രത്തോളം രാഷ്ട്രീയമായി നീതിയുക്തമാണ് എന്നുകൂടി ചോദിക്കേണ്ടി വരും. ഈ ചോദ്യം പിണറായി തന്നെ നേരിടേണ്ടി വരും. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഉത്തരവാദിത്വം ജില്ലാ കമ്മിറ്റിയിലേക്ക് ചുരുക്കാനുള്ള ശ്രമം നടന്നുവെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ തളിപ്പറമ്പ് MLA TK ഗോവിന്ദനും പയ്യന്നൂരിലെ മുൻ MLA V കുഞ്ഞികൃഷ്ണനും ഈ വിശദീകരണത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും പങ്കുണ്ടായിരുന്നുവെന്ന അവരുടെ ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയായി. അപ്പോൾ വീണ്ടും ചോദ്യം ചോദിക്കേണ്ടി വരും, കുറ്റം താഴെത്തട്ടിലേക്ക് മാത്രം ആരോപിച്ച് കൈകഴുകുന്ന പാർട്ടിയാണോ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത്? തോൽവിയുടെ ഉത്തരവാദിത്വം ഏരിയ കമ്മിറ്റിക്ക്, അതിനു മുകളിലേക്ക് ജില്ലാ കമ്മിറ്റിക്ക്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് എന്ത്? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ത്? പാർട്ടിയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ മുഖമായിരുന്ന പിണറായി വിജയൻ എന്ത് സംഭവിച്ചു? ഇതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ രാഷ്ട്രീയ കണക്കെടുപ്പ് എന്ന് പറയുന്നത്. പിണറായി വിജയൻ പയ്യന്നൂരിൽ പ്രസംഗിക്കുമ്പോൾ പ്രവർത്തകർ കൈയടിക്കും. അത് CPIMന്റെ രാഷ്ട്രീയ സംസ്കാരമാണ്. പക്ഷേ കൈയടിക്ക് പിന്നിൽ ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതരുത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്? എന്തുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചത്? എന്തുകൊണ്ടാണ് പഴയ പാർട്ടി ബന്ധങ്ങൾ ദുർബലമായത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നത്? തെറ്റ് സ്ഥാനാർത്ഥിയുടേത് മാത്രമാണോ? ഇവയ്ക്കുത്തരമില്ലാതെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വെറും പ്രസംഗമായി മാറും. ഇതാണ് പിണറായിയുടെ ഏറ്റവും വലിയ പരീക്ഷണം.
കാരണം ഒരു കാലത്ത് അദ്ദേഹം പാർട്ടി പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയ നേതാവായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അവരോട് വിശദീകരണം നൽകേണ്ട നേതാവായി ചുരുങ്ങുകയാണ്. അധികാരത്തിന്റെ സ്വഭാവം ഇതാണ്. അധികാരത്തിലിരിക്കുമ്പോൾ നേതാവിന്റെ വാക്ക് ഉത്തരവാകാം, അധികാരം പോയാൽ അതേ വാക്ക് വിശദീകരണമാകും. ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും. ഇത് പിണറായി വിജയനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇത് ബാധകമാണ്. പക്ഷേ പിണറായിയുടെ കാര്യത്തിൽ ഈ മാറ്റത്തിന് പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിലെ CPMന്റെ കഴിഞ്ഞ ഒരു ദശകത്തിന്റെ രാഷ്ട്രീയ മുഖം തന്നെയായിരുന്നു അദ്ദേഹം. ഇപ്പോഴും CPMന്റെ മുഖമായി പിണറായി സ്വയം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തിരഞ്ഞെടുപ്പ് പരാജയത്തെ ചില സംഘടനാപരമായ വീഴ്ചകൾ എന്ന് വിളിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്നത് എളുപ്പമല്ല. ജനങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കണം, പാർട്ടി പ്രവർത്തകർ എന്താണ് പറയുന്നതെന്ന് കേൾക്കണം, അണികളിൽ വളർന്ന അസ്വസ്ഥത എന്താണ്, എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കണം, പാർട്ടിയുടെ പരമ്പരാഗത വോട്ടർമാരിൽ ഉണ്ടായ അകലം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പയ്യന്നൂരിലെ ഒരു കമ്മിറ്റിയെ മാറ്റിയാലും മറ്റൊരു പയ്യന്നൂർ നാളെ കേരളത്തിന്റെ മറ്റൊരു ഭാഗത്ത് ആവർത്തിക്കപ്പെടും. പ്രശ്നം വ്യക്തികളിൽ മാത്രമല്ലെങ്കിൽ വ്യക്തികളെ മാറ്റിയാൽ മാത്രം മതി. പ്രശ്നം രാഷ്ട്രീയ ശൈലിയിലാണെങ്കിൽ ശൈലി മാറ്റേണ്ടതുണ്ട്. പ്രശ്നം നേതൃത്വത്തിലാണെങ്കിൽ നേതൃത്വം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ CPMന് മുന്നിലുള്ള യഥാർത്ഥ വെല്ലുവിളി. പിണറായി വിജയൻ പയ്യന്നൂരിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയേണ്ടത് ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന വിശദീകരണം മാത്രമായിരിക്കരുത്. അദ്ദേഹം ചോദിക്കേണ്ടത് ഞങ്ങളുടെ ഭരണകാലത്ത് ജനങ്ങളിൽ നിന്ന് എന്താണ് നഷ്ടപ്പെട്ടത്? വിശ്വാസമാണോ, അതോ അകലം കുറഞ്ഞ ബന്ധമോ, രാഷ്ട്രീയ വിശ്വാസ്യതയോ, അതോ പാർട്ടിയുടെ പഴയ ജനകീയ മുഖമോ, അല്ലെങ്കിൽ പിണറായി തന്നെയായിരുന്നോ? ഇതിനൊക്കെ കുറ്റവാളി ഉത്തരവാദി എന്നുള്ള ചോദ്യവും പിണറായി തന്നെ ചോദിക്കേണ്ടി വരും. അതിന്റെ ഉത്തരവും പിണറായി തന്നെ നേരിടേണ്ടി വരും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെ ഒരു തിരഞ്ഞെടുപ്പ് തോൽവിക്കും ചികിത്സയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് രാഷ്ട്രീയത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ തോൽക്കുന്നത് ഒരു പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ജനവിധി അതിനാൽ CPMന് ഒരു മുന്നറിയിപ്പാണ്. അത് കേൾക്കാൻ തയ്യാറാണോ എന്നതാണ് ഇനി കാണേണ്ടത്. പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ വീണ്ടും പഴയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ആവർത്തിക്കുമോ? ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുമോ? കേന്ദ്ര ഏജൻസികളെ കുറ്റപ്പെടുത്തുമോ? മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുമോ? അതോ പാർട്ടിയുടെ സ്വന്തം പിഴവിലേക്ക് വിരൽ ചൂണ്ടുമോ? അതാണ് ഈ 3 ദിവസത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളെ നിർണായകമാക്കുന്നത്. പിണറായി വിജയൻ അവിടെ എത്തുന്നത് ഒരു നേതാവായി മാത്രമല്ല, ഒരു ദശാബ്ദക്കാലത്തെ ഭരണത്തിന്റെ രാഷ്ട്രീയ കണക്കുമായി എത്തുന്ന വ്യക്തിയായാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ പാർട്ടി പ്രവർത്തകരുണ്ടാകും, പിന്നിൽ തോൽവിയുടെ ചരിത്രവും ഉണ്ടാകും, മുന്നിൽ പുതിയൊരു രാഷ്ട്രീയ പോരാട്ടവും ഉണ്ടാകും. ഇനി തീരുമാനിക്കേണ്ടത് പിണറായി വീണ്ടും പഴയ പിണറായി തന്നെയായി സംസാരിക്കുമോ, അതോ ജനവിധിയുടെ അർത്ഥം മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ നേതാവായി മാറുമോ എന്നുള്ളതാണ്. പയ്യന്നൂരിലെ ചുവന്ന മണ്ണിൽ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് പിണറായി വിജയൻ തന്നെയാണ്. കാരണം അവിടെ ഇനി ജനങ്ങൾ ചോദിക്കുന്നത് ആരാണ് തോറ്റത് എന്നതല്ല, എന്തുകൊണ്ടാണ് തോറ്റത്, എന്തിനാണ് തോൽപ്പിച്ചത് എന്നുള്ളതാണ്. അതിന് ഉത്തരമില്ല എങ്കിൽ ഒരു മണ്ഡലത്തിലെ തോൽവി മറ്റൊരു മണ്ഡലത്തിലേക്ക് കത്തിപ്പടരും. ഒരു കമ്മിറ്റിയിലെ പ്രതിസന്ധി മറ്റൊരു കമ്മിറ്റിയിലേക്ക് നീങ്ങും. ഒരു നേതാവിനെതിരായ വിമർശനം ഒടുവിൽ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിനെതിരായ വിമർശനമായി മാറും. അപ്പോൾ പിണറായി വിജയൻ പാർട്ടി കോട്ടകളിലേക്ക് നടത്തുന്ന ഈ മടക്കയാത്ര വെറും ഒരു രാഷ്ട്രീയ വിശദീകരണ യാത്രയായിരിക്കില്ല. അതൊരു പാർട്ടി സ്വന്തം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന നിമിഷമാണ്. ആ കണ്ണാടിയിൽ കാണുന്നത് എതിരാളികളെയല്ല, സ്വന്തം മുഖമാണ്. അതുകൊണ്ട് പയ്യന്നൂരിൽ പിണറായി സംസാരിക്കുമ്പോൾ കേരളം കേൾക്കാൻ പോകുന്നത് ഒരു പ്രസംഗമല്ല, ഒരു തോൽവിയുടെ രാഷ്ട്രീയ സത്യം പുറത്തു വരുമോ എന്നതാണ് കേരളം കാത്തിരിക്കുന്നത്. ആ തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് കേരളം കേൾക്കാൻ കാത്തിരിക്കുന്നത്.